കരുതുന്ന പോലെയല്ല എൻ്റെ അസുഖം. എന്നെ രക്ഷിക്കാനുള്ള ചാൻസ്. കുറ്റപ്പെടുത്തുന്നവരോട് രേണുസുതി. കിച്ചുസുതിയുമായുള്ള തർക്കത്തെ തുടർന്ന് രേണു വീണ്ടും വിമർശനങ്ങൾ നേരിടുന്നു. കാര്യങ്ങൾ അറിയാതെ കുറ്റപ്പെടുത്താനാണ് പലരും ശ്രമിക്കുന്നതെന്ന് രേണുസുതി പറയുന്നു. ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട ആളാണ് രേണുസുതി. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തനിക്ക് ക്യാൻസറാണെന്ന് രേണു വെളിപ്പെടുത്തിയതിന് പലരും സാക്ഷികളായി. ക്യാൻസറാണെന്ന് രേണു വെളിപ്പെടുത്തിയതിന് പിന്നാലെ പരിഹസിച്ചവർ തന്നെ അവർക്ക് വേണ്ടി ആശ്വാസവാക്കുകളുമായി എത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം മകൻ കിച്ചുസുതി നടത്തിയ ചില വെളിപ്പെടുത്തലും പിന്നാലെ രേണു നൽകിയ മറുപടിയും വീണ്ടും രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഒന്നും അറിയാതെയാണ് തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുകയാണ് രേണുസുതി. ക്യാൻസർ രോഗിയായ താൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ച രേണു, തന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് ഡോക്ടർ പറഞ്ഞത് എത്രയെന്ന് പോലും കുറ്റപ്പെടുത്തുന്നവർക്ക് അറിയില്ലെന്നും പറഞ്ഞു. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെയല്ല എൻ്റെ അസുഖമെന്നും രേണു പറയുന്നുണ്ട്. കിച്ചുവിനുള്ള മറുപടി വീഡിയോയിലാണ് രേണുവിൻ്റെ പ്രതികരണം. ക്യാൻസർ രോഗിയായ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് എല്ലാവരോടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എൻ്റെ അസുഖം. നിങ്ങളുടെ വിജയം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ്. അതുമാത്രമല്ല എൻ്റെ അസുഖം. എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് ഡോക്ടർ പറഞ്ഞത് എത്രയെന്ന് പോലും അറിയില്ല. അതൊന്നും അറിയാതെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ പോകുന്നു രേണുവിൻ്റെ വാക്കുകൾ. താനും രേണുവുമായി പിരിയാനുള്ള കാരണം ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് കിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നാലെ കിച്ചുവിനെക്കുറിച്ച് തനിക്ക് പല കാര്യങ്ങളും അറിയാമെന്നും ഭാവിയെ വരെ അത് ബാധിക്കുമെന്നും രേണുസുതി പറയുന്നു. കൂടാതെ തന്നെ ഇനി കിച്ചു അമ്മയെന്ന് വിളിക്കണ്ടേന്ന് പറഞ്ഞ രേണു താൻ മരിച്ചാൽ പോലും വന്ന് കാണരുതെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ പോകുന്നു നമ്മുടെ രേണുസുതിയുടെ വാക്കുകൾ. അപ്പോൾ ആശുപത്രി കിടക്കയിലായ രേണുവിനെ ഇങ്ങനെ വേട്ടയാടുന്നു സോഷ്യൽ മീഡിയ. കൂട്ടത്തിൽ കിച്ചുവും രേണുവുമായുള്ള പ്രശ്നങ്ങൾ അതൊന്ന് വഷളാക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. പക്ഷേ എന്തു തന്നെയായാലും അവർ അമ്മയും മകനും തന്നെയാണ്. അപ്പോൾ ഏതായാലും പുതിയ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമുക്ക് കാത്തിരിക്കാം. രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കൂ. അവരെ ഇങ്ങനെ വേട്ടയാടാതിരിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.